മാത്തമെറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി അവൻ എത്തി. മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, കാത്തിരുന്ന ആ ദിവസം ഇന്നായിരുന്നു. ഈ വർഷത്തെ +2 വിവിധ എക്സാമിനേഷനുകളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമിനേഷൻ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് 100% ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവസാന നിമിഷം പഠിച്ചവർക്ക് പോലും A+ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ച കുട്ടികൾക്ക് മിനിമം A+ കിട്ടും. ആദ്യമേ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ ക്ലാസ് പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും. 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് ടെക്സ്റ്റിലില്ലാത്തത്. 99% ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലെ പ്രോബ്ലം അതുപോലെ ചോദിച്ചു. നോട്ട്ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. എല്ലാവരും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ഓടിച്ച് പറയുന്നു. വിഷമിപ്പിക്കാനൊന്നുമല്ല, സന്തോഷിപ്പിക്കാനുമല്ല, ജസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) = 2n. സാധാരണ 2x എന്ന് പറയും, ഇവിടെ 2n എന്ന് തന്നിട്ടുണ്ട്. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് കറക്റ്റ്? ഈ ഫംഗ്ഷൻ 1 ആണ്, ബട്ട് എന്തല്ല, on2 അല്ല. സോ 1 ബട്ട് നോട്ട് on2, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു റിലേഷൻ തന്നിട്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഫംഗ്ഷൻ 1 ആണ്, പക്ഷെ എന്തല്ല, on2 അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, നോട്ട് എ ബൈജക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇഫ് a² = a ആണെങ്കിൽ i+a³ - 7a = ഡാഷ്. ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ i എന്ന് കിട്ടും. അടുത്ത് ഫൈൻഡ് x ആൻഡ് y, സ്ഥിരം ക്വസ്റ്റ്യൻ. പക്ഷെ മിടുക്കരായ കുട്ടികൾ പോലും ചിലപ്പോൾ തെറ്റിച്ച് കാണും സ്പീഡിലൊക്കെ ചെയ്ത്. പക്ഷെ തെറ്റാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സിന്റെ ആൻസർ 3, വൈയുടെ ആൻസറും 3 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പീഡിൽ ഒന്ന് ചെയ്തപ്പോൾ കിട്ടിയതാണ്. x 3, y 3. കറക്റ്റ് ആണോ എന്ന് നോക്കുക. നെക്സ്റ്റ്, നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. സെയിം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരുന്നു. ഫംഗ്ഷൻ ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്? സൈൻ ഇൻവേഴ്സ് x. നെക്സ്റ്റ്, സ്ഥിരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സിംപ്ലിഫൈ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. tan ഇൻവേഴ്സ് √1 + x² - 1/x. ആൻസർ ½ × tan ഇൻവേഴ്സ് x എന്ന് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4, 4 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ R. cos x, x² mod x, x³ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇൻക്രീസിംഗ് ഓൺ R എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കുറച്ച് ദൂരം ഡിക്രീസിങ്, കുറച്ച് ദൂരം ഇൻക്രീസിംഗ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, find the intervals in which the following function is increasing, in which the function x² - 4x + 6 is increasing or decreasing. x = 2 അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. -∞, 2 സ്ട്രിക്ട്ലി ഡിക്രീസിങ്, 2, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് കിട്ടും. ബുക്കിലെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) = kx + 1 when x <= π, cos x when x < π. നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് അത് ഉൾപ്പെടുത്തിയിരുന്നു. ഫൈൻഡ് വാല്യൂ ഓഫ് k. kയുടെ ആൻസർ -2/π എന്ന് കിട്ടും. -2/π. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് f(2). ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൈ എന്ന് പറയുന്നത് 3.14 ആണ്. 2 എന്ന് പറയുന്നത് 3.14നേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ x < π എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് kx + 1 എന്ന ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കണം? 2 കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻസർ -4 + π/π എന്നാണ് കിട്ടുന്നതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ -2/π × 2 + 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്റഗ്രേഷൻ ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്റഗ്രൽ e⁻x × sin x + cos x. അകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അപ്പുറത്തില്ലേ, e⁻x × sin x, വിച്ച് ഈസ് ദ ആൻസർ. പ്രോപ്പർട്ടി ആണ്. അവസാനം ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് x/1 + x². നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻസർ π² / 32. ക്വസ്റ്റ്യൻ നമ്പർ 7, നമ്മുടെ മോഡൽ പരീക്ഷയ്ക്കോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ചോദിച്ചു. മാഗ്നിറ്റ്യൂഡ് ഓഫ് a.b = മാഗ്നിറ്റ്യൂഡ് ഓഫ് a × b ആണെങ്കിൽ θ = എന്തായിരിക്കും? π/4, 45 ഡിഗ്രി. അടുത്ത, റൈറ്റ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് i - k / √2.
ക്വസ്റ്റ്യൻ നമ്പർ 8 സെയിം ക്വസ്റ്റ്യൻ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.32. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആൻസർ 0.64 എന്ന് കിട്ടും. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് അല്ല എന്ന് കിട്ടും. കാരണം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് ഇവിടെ കിട്ടുന്നത്. 8 ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും 6 അത് എഴുതുക, ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് 8 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. പക്ഷേ 6 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, ആ സെക്ഷനിലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ ടു ഫോം എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ ദ സെറ്റ് എ ഈക്വൽ ടു 1 2 3? 3 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. 1 1 2 2 3 3 ഇതുണ്ടെങ്കിലേ റിഫ്ലെക്സീവ് ആവും. അപ്പോൾ 3 ആണ് ആൻസർ. അടുത്ത റൈറ്റ് ദ റിലേഷൻ. നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവിടെ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അതായത് ഈവൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇക്വാലൻസ് റിലേഷൻ എന്ന് നിങ്ങൾ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 2 മാർക്ക് അല്ല, 3 മാർക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. അടുത്തത് സ്ഥിരം എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. നിങ്ങൾ ചെയ്തു. അടുത്തെന്താണ്? പ്രൂവ് ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യനിലുള്ള സെയിം ക്വസ്റ്റ്യൻ, ഈസി ആയിട്ട് വെരിഫിക്കേഷൻ നടക്കും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഓഫ് ഓൾ റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ സർക്കിൾ ദ സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ സ്ഥിരം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഒന്നും ചോദിച്ചില്ല. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് വിട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ക്വസ്റ്റ്യൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 യൂസിംഗ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് x²/4 പ്ലസ് y²/9 ഈക്വൽ ടു 1. ആൻസർ എല്ലാവരും 6π എന്ന് എഴുതി കാണാനാണ് സാധ്യത. അത് ഏരിയ ഓഫ് ദ എലിപ്സ് ആണ്. ഇവിടെ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കണ്ടാൽ മതി, അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ 6π/4 ആണ് ആൻസർ അല്ലേ? ഒരു ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം എഴുതിയാൽ മതി. പലരും 4 കൊണ്ട് മൾട്ടിപ്ലൈ എഴുതിയിട്ടുണ്ടാവുക, ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ 6π/4, അതായത് 3π/2 ആണ് ഏരിയ ഓഫ് ദിസ് എലിപ്സ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 I ഡോട്ട് ജെ ക്രോസ് കെ പ്ലസ് ജെ ഡോട്ട് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 1 എന്ന് കിട്ടും. അടുത്ത ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഷുവർ ക്വസ്റ്റ്യനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ആൻസർ √21/2 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 ബേസ് തിയറവുമായി ബന്ധപ്പെട്ട എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, കോയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 y ഈക്വൽ ടു cos x plus capital A where A is an arbitrary constant. Show that it is the solution of the differential equation dy/dx plus sin x equal to 0. അത്രയ്ക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. y ഈക്വൽ ടു cos x plus a എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക, ജനറൽ സൊല്യൂഷൻ കാണുക. അതിനകത്തും 8 ക്വസ്റ്റ്യനിൽ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാം. എങ്കിലും 6 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം അല്ല. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ x is equal to ct, y equal to c/t, ഫൈൻഡ് d²y/dx². നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും മോഡൽ പരീക്ഷയ്ക്കും സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഫൈൻഡ് dy/dx if x raised to 1/3 plus y raised to 1/3 equal to a raised to 1/3. കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് ഒരു ക്വസ്റ്റ്യൻ അല്ല അത്, എങ്കിലും സിമ്പിൾ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അടുത്ത y ഈക്വൽ ടു sin x raised to cos x. ഫൈൻഡ് dy/dx. നിങ്ങൾക്കറിയാം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ട് പോലെ തോന്നിക്കാണും, എന്നാൽ ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് അത് സിമ്പിൾ ആയിരിക്കും. അടുത്ത മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻസർ എന്ത് കിട്ടി? 1 2 -1 എന്നാണ് കിട്ടുന്നത്. x 1 y 2 z -1. ശരിയാണോ എന്ന് നോക്കുക.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്റഗ്രൽസ് ആണ് എല്ലാവരെയും ഞെട്ടിച്ചത്, ബുദ്ധിമുട്ടിച്ചല്ല, ഈസി ആക്കിയാണ് ഞെട്ടിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പാർഷ്യൽ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തത്. രണ്ടാമത്തത് 1 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേഷൻ 0 to 4 മോഡുലസ് ഓഫ് x - 1 dx. ഈസി ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു. അവസാനത്തെ 0 to 4 മോഡുലസ് ഓഫ് x - 1ന്റെ ആൻസർ 5 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈനലി യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. എല്ലാവരും അത് സോൾവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ആൻസർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ വളരെ ഹാപ്പിയാണ് മെജോറിറ്റി കുട്ടികളും, 90% കുട്ടികളും ഹാപ്പി ആകാനാണ് സാധ്യത. കാര്യമായി പഠിക്കാത്തവർ പോലും ജയിക്കാനാണ് സാധ്യത സെലക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. സോ തീർച്ചയായും ഈ വർഷത്തെ ഹയർ സെക്കൻഡറി ഇതുവരെ നടന്ന +2 സബ്ജക്റ്റുകളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് മാത്തമെറ്റിക്സ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ലാംഗ്വേജ് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിയായി അടുത്ത നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. തീർച്ചയായിട്ടും ഒത്തിരി എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഉണ്ടായ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അതിനുണ്ടായ ഡിഫിക്കൽട്ടി ഒന്നും നമ്മുടെ ഭാവി പഠനത്തെ ബാധിക്കാൻ പാടില്ല. എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.